സംസ്ഥാനത്തെ കൊടും ചൂടിൽ വെന്തുരുക്കി നാടും നഗരവും. എല്ലാ ജില്ലകളിലും ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇന്നും തുടരും. സാധാരണ ദിവസത്തേക്കാൾ 3 ഡിഗ്രി സെൽഷ്യസ് മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. അതേസമയം ഉയർന്ന താപനില വ്യാപാര സ്ഥാപനങ്ങളെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. സാധനം വാങ്ങാനെത്തുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവെന്നും വ്യാപാരികൾ അഭിപ്രായപ്പെട്ടു. ஐயோ தாங்க முடியல. குறுக்கெல்லாம் புண்ணா இருக்கு, அவ்வளோ இதாக இருக்கு. ரொம்ப கஷ்டம். இனியிப்போ நம்ம என்ன செய்ய? சூரிய பகவான்கிட்ட கேட்டாலும் மைண்ட் வைக்காது. இன்னும் இதுக்கு ஒன்றும் பிறவில்ல இருக்கு. ஏன்னா வயர் அப்படி இல்லை, 4 வயர் இருக்கு. அதை രക്ഷപ്പെടുത്തി പോവാൻ വേണ്ടാമാ. അതിനാല പാടുപെട്ട് தான் തീരണം. സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഉയർന്ന താപനിലയാണ് നിലവിൽ രേഖപ്പെടുത്തുന്നത്. ചൂട് കൂടിയതോടെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായി. പൊതുവെ ബുദ്ധിമുട്ടാണ്. ഇപ്പോ രാത്രിയൊക്കെ എസിയൊന്നും ഇല്ലാതെ, എസിയും ഫാനൊന്നും ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൂട് കാരണം വണ്ടിയൊന്നും ഓടാൻ പറ്റില്ല, കൈയൊക്കെ പൊള്ളിയിരിക്കുകയാണ്. നമുക്ക് ഓടാനുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രാവശ്യം ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂടാണ്. ഇത്ര ചൂടില്ലേ നമ്മുടെ നാട്ടില്? ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. മേലെല്ലാം ചൂട്. താപനില ഉയരുന്നത് കച്ചവടക്കാരെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇതാ നോക്കിയേ, കൈയെല്ലാം പൊള്ളി ചൂട് കൊണ്ട്. കഴുത്തില് ഇവിടെ എല്ലാം പൊള്ളിയത് ചൂട് കൊണ്ട് പൊള്ളിയത്. ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ട്. ആൾക്കാരും ഇല്ല, കച്ചവടവും ഇല്ല. വെയിലായതുകൊണ്ട് ആരും ഇറങ്ങുന്നില്ല. കച്ചവടം ആൾക്കാർ കുറവാണ്. രാവിലെ ഒരു 10-12 മണി വരെ ആൾക്കാരുണ്ട്. അതിനുശേഷം ഒരു 6 മണിയാകുമ്പോഴേ വെളി ഇറങ്ങുന്നുള്ള ആൾക്കാർ. അതുവരെ ഭയങ്കര പാടാണ്, ഭയങ്കര മോശമാണ്. ആൾക്കാർ വെളി ഇറങ്ങിയാലേ എന്തെങ്കിലും വാങ്ങിക്കത്തുള്ളൂ. ആരും വെളി വരുന്നുമില്ല. കാണാൻ പറയാൻ പറ്റും, ഫുള്ളും ബ്ലാങ്കാണ് ഈ ഏരിയ മൊത്തം. പാലക്കാട്, തൃശൂർ, കൊല്ലം എന്നീ ജില്ലകളിലാണ് നിലവിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട്. കൊല്ലം, തൃശൂർ ജില്ലകളിൽ താപനില 40-ന് മുകളിലാണ്. നിലവിലെ താപനിലയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തലുണ്ട്. മറ്റു ജില്ലകളിലും ചൂട് ഉയർന്നു തന്നെ. സംസ്ഥാനത്ത് ഉഷ്ണതരംഗം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പരമാവധി സൂര്യപ്രകാശം ഏൽക്കാതെ സൂക്ഷിക്കണമെന്നും ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ ശ്രദ്ധിക്കണമെന്നുമാണ് മുന്നറിയിപ്പ്. ജനം, തിരുവനന്തപുരം.